അപ്പൊ 8 മെഡിക്കൽ കോളേജിൽ 1 ആരംഭിച്ചു, 4 തുറക്കല്ലിട്ടു, 2 തുറക്കല്ലിടുന്ന സാഹചര്യത്തിൽ അത് 2 തുറക്കല്ലിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് മാത്രമാണ് അതിന്റെ സ്ഥലം കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതേ ഉള്ളൂ. പൂർത്തിയായാൽ അതിന്റെയും പ്രവർത്തനവുമായി മുമ്പോട്ട് പോകും. 8 മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് അത് 10 മെഡിക്കൽ കോളേജ് ആകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. അത് കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജ്, നമ്മുടെ പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ്, ഇത് രണ്ടും ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന ആവശ്യം മുമ്പോട്ട് വന്നു. ജില്ലാ കളക്ടർമാര് അതിന്റെ റിപ്പോർട്ടിന് വേണ്ടി സമർപ്പിച്ചു. ആ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് പരിശോധിച്ച് അതിന്റെ മേൽ കൂടി തീരുമാനം അധികം വൈകാതെ തീരുമാനിക്കും. ഈ കാര്യങ്ങളിൽ ഈ ഗവൺമെന്റിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ആരോഗ്യ സേവനങ്ങളാണ്. ലോകത്തെവിടെയും കിട്ടുന്ന ചികിത്സ ഇന്ന് കേരളത്തിൽ കിട്ടും. പക്ഷേ അത് സാമ്പത്തികമായ കഴിവുള്ളവർക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറി കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കേരളത്തിൽ ലഭ്യമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കണം. UDF ഗവൺമെന്റിന്റെ ലക്ഷ്യമതാണ്. UDF ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടതാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകൾ കൂടുതൽ ആരംഭിക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ പല സുപ്രധാനങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ശ്രീ VS ശിവകുമാർ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹം അതിനെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. ജനറിക് മെഡിസിൻ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യപ്പെടുന്ന മുഴുവൻ ജനങ്ങൾക്കും ഫ്രീ ആയി കൊടുക്കുന്ന സംവിധാനം ഇവിടെ നടപ്പിലാക്കുക. ഈ വർഷം നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ വർഷം അത് നടപ്പിലാക്കി തുടങ്ങി. ഈ വർഷം അത് മുഴുവൻ ആശുപത്രികളിലേക്കും അത് വ്യാപകമാക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന ആരോഗ്യ രംഗത്തെ അന്തിമമായ ലക്ഷ്യം കേരളത്തിൽ ലഭ്യമായ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും എത്തിക്കുക. ആ വലിയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ കാണുന്ന ആവേശവും ഈ താല്പര്യവും നമുക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. വളരെ ദൂരം നമുക്ക് മുമ്പോട്ട് പോകാനുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നായി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UDF ഗവൺമെന്റിന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ ചില ഭയപ്പെടുന്നു. വലിയ ഭയാശങ്കയോടുകൂടിയാണ് കാണുന്നത്. അവരാണ് ബഹിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമുക്കാവശ്യം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് മുമ്പോട്ട് നീങ്ങുക. UDF ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊപ്പം കൊണ്ട് മുമ്പോട്ട് പോകും. ആ രംഗത്ത് ആര് വിചാരിച്ചാലും UDFനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ലോകം മുഴുവൻ മാറുക, ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം മാറുക. കേരളത്തിന് മാത്രം ഒരു മാറ്റവും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട. ഇതെല്ലാം ഇവിടെ മുദ്രാവാക്യവും സമരവും
മാത്രം മതി എന്നാണെങ്കിൽ അത് ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. വികസനവും കരുതലും അതാണ് UDFന്റെ മുദ്രാവാക്യം. ഈ ലക്ഷ്യത്തോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകും. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. ഇന്ന് തന്നെ ഈ ജില്ലയിൽ അരീക്കോട് CHSC താലൂക്ക് ആശുപത്രിയാക്കാൻ പോകുന്നു. വണ്ടൂര് ഹോമിയോയില് ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സാ സമ്പ്രദായം തുടങ്ങാൻ പോകുന്നു. മലപ്പുറം താലൂക്ക് ആശുപത്രിയായി പ്രഖ്യാപിച്ചെങ്കിലും മറ്റ് നടപടികളിലേക്കൊന്നും നീങ്ങിയില്ല. മലപ്പുറവും താലൂക്ക് ആശുപത്രിയാക്കി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോകുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ജനകീയ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. എന്നിവിടെ കാട്ടുന്ന ആവേശം നമുക്ക് അത് പ്രവർത്തന രംഗത്തേക്ക്, അത് റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തന രംഗത്ത് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഉപഹാര സമർപ്പണമാണ്.